Hi, I'm Nimnaga and in നമ്മൾ പഠിക്കാൻ പോകുന്നത് IELTS ടെസ്റ്റിന്റെ listening module ആണ്. I'm going to give you an overview of IELTS listening test. നോക്കിയാലോ? What is IELTS listening? IELTS listening test is a section that assesses your ability to understand spoken English in different contexts. പല കോണ്ടെക്സ്റ്റിലുള്ള സ്പോക്കൺ ഇംഗ്ലീഷ് മനസ്സിലാക്കാനുള്ള നിങ്ങളുടെ എബിലിറ്റിയാണ് IELTS ലിസണിംഗ് ടെസ്റ്റ് ചെക്ക് ചെയ്യുന്നത്. നമുക്ക് ടെസ്റ്റ് ഓവർവ്യൂ നോക്കാം. ടെസ്റ്റ് ഡ്യൂറേഷൻ ഇസ് 30 മിനിറ്റ്സ്. അതായത് 30 മിനിറ്റ്സ് ഉള്ള ഒരു ഓഡിയോ ക്ലിപ്പാണ് നിങ്ങൾ കേട്ടിട്ട് 40 ക്വസ്റ്റ്യൻസിന് ആൻസർ എഴുതി വരുന്നത്. ദ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഇസ് 40. അപ്പോൾ 30 മിനിറ്റ്സ് ഓഡിയോ ക്ലിപ്പിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ 40 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യേണ്ടതായിട്ട് വരും IELTS ലിസണിംഗ് ടെസ്റ്റിൽ. ഇതിൽ തന്നെ പെൻ ആൻഡ് പേപ്പർ ബേസ്ഡ് ടെസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 30 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ്സ് എക്സ്ട്രാ കിട്ടും ടു കോപ്പി ഡൗൺ യുവർ ആൻസേഴ്സ് ഇൻ ദി ആൻസർ ഷീറ്റ്. എന്നാൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് 2 മിനിറ്റാണ് കിട്ടുക ടു റിവ്യൂ യുവർ ആൻസേഴ്സ്. ഇത് ലിസണിംഗ് ടെസ്റ്റിൽ മാത്രമുള്ളൊരു പ്രൊവിഷനാണ്. 30 മിനിറ്റ്സ് ഓഡിയോ ക്ലിപ്പ് കഴിഞ്ഞിട്ട് എക്സ്ട്രാ കിട്ടുന്ന ടൈം. വേറെ ഒരു ടെസ്റ്റ് മൊഡ്യൂളിലും ഈ പ്രൊവിഷൻ ഇല്ല. നൗ ഒരു ക്വസ്റ്റിന് 1 മാർക്ക് വെച്ചിട്ടാണുള്ളത്. ദർ ആർ നോ നെഗറ്റീവ് മാർക്കിംഗ്. അപ്പോൾ നിങ്ങൾക്ക് മാർക്സ് ഒന്നും നഷ്ടപ്പെടാനില്ല. അതുകൊണ്ട് എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യാം. അതുപോലെ തന്നെ 4 സെക്ഷനായിട്ടാണ് നിങ്ങൾക്ക് ഈ ഓഡിയോ ക്ലിപ്പിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. ഓഡിയോ ക്ലിപ്പ് നിങ്ങൾ 4 സെക്ഷനായിട്ടാണ് കേൾക്കുക. ക്വസ്റ്റ്യൻസും നിങ്ങൾ 4 സെക്ഷനായിട്ടാണ് ആൻസർ ചെയ്യേണ്ടി വരിക. നമുക്ക് നോക്കിയാലോ 4 സെക്ഷൻസ് ഏതൊക്കെയാണ്. സോ ഇതിൻ്റെ ഒരു ഓർഡർ എങ്ങനെയാണ് പോകുന്നതെന്ന് വെച്ചാൽ ഫസ്റ്റ് വൺ ഇസ് എ കോൺവെർസേഷൻ, പിന്നെ ഒരു മോണലോഗ്. മോണലോഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാളുടെ ശബ്ദം മാത്രമേ നിങ്ങൾ അതിനകത്ത് കേൾക്കുകയുള്ളൂ. അപ്പോൾ രണ്ടാമത്തേത് മോണലോഗാണ്. മൂന്നാമത്തേത് അഗെയിൻ ഒരു കോൺവെർസേഷനാണ്. നാലാമത്തേത് മോണലോഗാണ്. സോ ഡയലോഗ് മോണലോഗ് ഡയലോഗ് മോണലോഗ് ഇങ്ങനെയാണ് ഇത് പോകുന്നത്. അതിൽ തന്നെ സെക്ഷൻ 1 സെക്ഷൻ 1 and 2 ഒരു സോഷ്യൽ കോണ്ടെക്സ്റ്റിലായിരിക്കും സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. സെക്ഷൻ 1 ഒരു കോൺവെർസേഷൻ ഫ്രം എ സോഷ്യൽ കോണ്ടെക്സ്റ്റ് ആയിരിക്കും. പൊതുവേ വരാറുള്ളൊരു സർവീസ് എൻക്വയറി പോലെയുള്ളൊരു കോൺവെർസേഷൻ ആയിരിക്കും. രണ്ട് പേരുടെ ശബ്ദമാണ് നിങ്ങൾക്ക് ഈ സെക്ഷനിൽ കേൾക്കാൻ കഴിയുക. ആൻഡ് സെക്ഷൻ 2 വരുമ്പോഴോ ഇറ്റ്സ് എ മോണലോഗിലേക്ക് സെറ്റ്. അപ്പോൾ അതിലൊരു റെക്കോർഡഡ് നരേഷനോ ഇൻസ്ട്രക്ഷനോ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ടൂർ ഗൈഡ് വിസിറ്റേഴ്സിനോട് എന്തെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നതോ ഒക്കെ ആവാം. അപ്പോൾ ഒരാളുടെ ശബ്ദം മാത്രമേ നിങ്ങളവിടെ കേൾക്കുന്നുള്ളൂ. സോഷ്യൽ കോണ്ടെക്സ്റ്റിൽ നിന്നായിരിക്കും ഇത് വരിക. മൂന്നാമത്തെ സെക്ഷൻ ആണെങ്കിലോ മൂന്നാമത്തെയും നാലാമത്തെയും സെക്ഷൻ അക്കാഡമിക് കോണ്ടെക്സ്റ്റിൽ നിന്നാണ് വരിക. മൂന്നാമത്തെ സെക്ഷനിൽ നിങ്ങൾക്ക് അഗെയിൻ കോൺവെർസേഷനാണ് കേൾക്കാൻ കഴിയുക. പക്ഷേ 2 അതിലധികമോ ആൾക്കാരുണ്ടാവും. 2, 3 or 4 people. ആൻഡ് നാലാമത്തെ സെക്ഷൻ വരുമ്പോൾ മോണലോഗാണ്. ഒരാളുടെ ശബ്ദം മാത്രമാണ് നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുക. ഇറ്റ് ഈസ് നോർമലി എ ലെക്ചർ ഓർ എ സ്പീച്ച് സംതിങ് ലൈക്ക് ദാറ്റ്. ഓക്കെ, ഇങ്ങനെയാണ് 4 സെക്ഷൻസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് നോക്കാം. എന്തൊക്കെ തരം ക്വസ്റ്റ്യൻസ് ആണ് IELTS ലിസണിംഗിൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യേണ്ടി വരാം. സോ ഇത് പല ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതിനെ നമ്മൾ ജനറലി കാറ്റഗറൈസ് ചെയ്യുകയാണെങ്കിൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്, മാച്ചിങ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്, കംപ്ലീറ്റിംഗ് മാപ്പ്, പ്ലാൻ, ഡയഗ്രം, ലേബൽസ്, sentence completion, short answer questions, completing forms, notes, tables, flowcharts and summary. ഇങ്ങനെയാണ് പൊതുവെ ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. ഇതിൽ തന്നെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഫെമിലിയർ ആണ് അല്ലേ? നിങ്ങൾ സ്കൂളിലും കോളേജിലൊക്കെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, അതിന് ഓപ്ഷൻസ് തന്നിട്ടുണ്ടാവും. 3, 4 അല്ലെങ്കിൽ 5 ഓപ്ഷൻസ് തന്നിട്ടുണ്ടാവും. അതിൽ നിന്ന് ചിലപ്പോൾ നിങ്ങൾ ഒരു ആൻസർ എടുത്ത് എഴുതേണ്ടി വരും ഉത്തരമായിട്ട്. പക്ഷേ IELTS ലിസണിംഗ് ടെസ്റ്റിൽ ചിലപ്പോൾ ചില ക്വസ്റ്റ്യൻസ് നിങ്ങളോട് 2 ഓപ്ഷൻസ് ചൂസ് ചെയ്യാനും പറയാറുണ്ട്. അപ്പോൾ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ക്ലിയർ ആയിട്ട് വായിച്ചിട്ട് ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യണമെന്നാണ് നമ്മൾ പൊതുവെ ആവശ്യപ്പെടാറ്. ആൻഡ് മാച്ചിങ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്, ഒരു സെറ്റ് ഓഫ് ഇൻഫർമേഷൻ ഉണ്ടാവും, വേറൊരു സെറ്റ് ഓഫ് ഇൻഫർമേഷൻ ഉണ്ടാവും. നിങ്ങൾ ഓഡിയോ ക്ലിപ്പിൽ നിന്ന് കേൾക്കുന്ന ഇൻഫർമേഷൻ വെച്ചിട്ട് ഇതിനെ മാച്ച് ചെയ്യണം. കംപ്ലീറ്റിംഗ് പ്ലാൻ, മാപ്പ്, ഡയഗ്രാം, ലേബിൾസ്. നിങ്ങൾക്കൊരു ഡയഗ്രാമോ അല്ലെങ്കിൽ ഒരു മാപ്പ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് കോമൺ ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ഇൻ IELTS ലിസണിംഗ് ടെസ്റ്റ്. അപ്പോൾ ഒരു മാപ്പ് തന്നിട്ട് ചില പാർട്സ് നിങ്ങൾക്ക് ഓൾറെഡി മാർക്ക് ചെയ്ത് തന്നിട്ടുണ്ടാവും. ചില പാർട്സ് നമ്മൾ ഓഡിയോ ക്ലിപ്പിലെ ഇൻഫർമേഷൻ വെച്ചിട്ട് ഐഡൻറ്റിഫൈ ചെയ്യണം. ആൻഡ് സെൻറ്റൻസ് കംപ്ലീഷൻ, ഫിൽ ഇൻ ദ ഗ്യാപ്സ് ചെയ്യുന്നത് പോലെ തന്നെയാണ്. സെൻറ്റൻസിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം വിട്ടുപോയിട്ടുണ്ടാവും. ആ ഭാഗം നിങ്ങൾ ഓഡിയോ ക്ലിപ്പിൽ നിന്നുള്ള ഇൻഫർമേഷൻ വെച്ചിട്ട് ഫിൽ ചെയ്യണം. ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ചിലപ്പോൾ 2 വേർഡ്സിലോ 3 വേർഡ്സിലോ ഒക്കെ ആൻസർ ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. മാക്സിമം 3 വേർഡ്സാണ് നിങ്ങൾക്ക് IELTS ടെസ്റ്റിൽ എഴുതേണ്ടി വരുള്ളൂ. അതിൽ കൂടുതൽ വരാറില്ല. കംപ്ലീറ്റിംഗ് ഫോംസ്, നോട്ട്സ്, ടേബിൾസ്, ഫ്ലോ ചാർട്ട്, സമ്മറി. ഇത് ഫിൽ ഇൻ ദ ഗ്യാപ്സ് പോലെ തന്നെയാണ്. ചിലപ്പം ഈ നമുക്ക് ഫിൽ ചെയ്യാനുള്ള ഇൻഫർമേഷൻ ചിലപ്പോൾ ഒരു ഫോമിലായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പം ഒരു സെറ്റ് ഓഫ് നോട്ട്സ് ആയിരിക്കാം. സെറ്റ് ഓഫ് നോട്ട്സ് ഒക്കെ വരുമ്പോൾ എന്താണ് ഇൻഫർമേഷൻ, സെൻറ്റൻസസ് ഒക്കെ ചിലപ്പോൾ ഇൻകംപ്ലീറ്റ് ആയിരിക്കും, പീസ് ഓഫ് ഇൻഫർമേഷൻ ഒക്കെ ആയിരിക്കും. പിന്നെ ടേബിൾസ് ഉണ്ടാവും. ടേബിളിൽ കാറ്റഗറൈസ് ചെയ്തിട്ട് കൊടുത്തിട്ടുള്ള ഇൻഫർമേഷൻ ഉണ്ടാവും. ഇതിനെല്ലാം നമ്മൾ നമ്മുടെ ഓഡിയോ ക്ലിപ്പിൽ നിന്നുള്ള ഐഡിയാസ് മനസ്സിലാക്കിയിട്ടാണ് ആൻസർ ചെയ്യേണ്ടത്.
ഫ്ലോ ചാർട്ട്സ് ഉണ്ടാവും, സമ്മറി കംപ്ലീഷൻ ഉണ്ടാവും, ഒരു ചെറിയ പാരഗ്രാഫ് തന്നിട്ടുണ്ടാവും, അതിനകത്ത് ചില ഭാഗങ്ങൾ വിട്ടുപോയ ഭാഗങ്ങൾ നിങ്ങളോട് പൂരിപ്പിക്കാൻ പറയും. സോ ഇങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരിക. ആൻഡ് നമുക്കിനി ഇതിൻ്റെ സ്കോറിങ് എങ്ങനെയാണെന്ന് നോക്കാം. ഐൽസിൻ്റെ സ്കോറിങ് നിങ്ങൾക്കറിയാവുന്നതുപോലെ 1 to 9 ബാൻഡ് സ്കോറിങ്. ഈ ബാൻഡ് സ്കോർ എങ്ങനെയാണ്, ഈ 40 ക്വസ്റ്റ്യൻസിൽ നിങ്ങൾ എത്ര ആൻസേഴ്സ് കറക്റ്റ് ആക്കിയാലാണ് നിങ്ങൾക്ക് ഇന്ന ബാൻഡ് സ്കോർ കിട്ടാമെന്ന് നമുക്ക് നോക്കാം. അതായത് 40 ക്വസ്റ്റ്യൻസിൽ 39 ക്വസ്റ്റ്യൻസ് എങ്കിലും നിങ്ങൾക്ക് കറക്റ്റായിട്ട് എഴുതാൻ പറ്റിയാൽ നിങ്ങൾക്ക് ബാൻഡ് 9 കിട്ടും. അതാണ് ഹയസ്റ്റ് ബാൻഡ് സ്കോർ. 37 to 38 ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ കറക്റ്റായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന മാർക്ക് 37 അല്ലെങ്കിൽ 38 അല്ലേ, അതിന് നിങ്ങൾക്ക് കിട്ടുന്ന ബാൻഡ് സ്കോർ 8.5 ആണ്. പിന്നെ അതങ്ങനെ കുറഞ്ഞു വരും. സോ ഒരു ബാൻഡ് 7 കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 30 ക്വസ്റ്റ്യൻസ് എങ്കിലും ഔട്ട് ഓഫ് 40 കറക്റ്റാക്കി എഴുതേണ്ടി വരും. ഏകദേശം ഒരു ഐഡിയ കിട്ടിയോ? ഇനി നമുക്ക് കുറച്ച് കോമൺ ചാലഞ്ചസ് ദാറ്റ് ആർ ഫേസ്ഡ് ബൈ കാൻഡിഡേറ്റ്സ് നോക്കാം. അതായത് IELTS ലിസ്ണിംഗ് ടെസ്റ്റിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങളുടെ ഫോക്കസ്. അപ്പം മറ്റ് ഡിസ്ട്രാക്റ്റിംഗ് കാര്യങ്ങളെല്ലാം അവോയ്ഡ് ചെയ്യുക എന്നുള്ളത് ഒരു ചലഞ്ചാണ്. പ്രത്യേകിച്ച് ഡിസ്ട്രാക്റ്റിംഗ് ബാക്ക്ഗ്രൗണ്ട് നോയ്സസ്, ഡിഫറെൻറ്റ് ആക്സെൻറ്റ്സ്. നിങ്ങൾക്ക് പരിചയമുള്ള അല്ലെങ്കിൽ നിങ്ങൾ പൊതുവേ കേൾക്കുന്ന ഇംഗ്ലീഷ് ആക്സെൻ്റ് ആയിരിക്കില്ല IELTS ലിസ്ണിംഗ് ടെസ്റ്റിലുണ്ടാവുക. നിങ്ങൾക്ക് ബ്രിട്ടീഷ് ആക്സെൻറ്റോ അമേരിക്കൻ ആക്സെൻറ്റോ ഓസ്ട്രേലിയൻ ആക്സെൻറ്റോ എങ്ങനെ വേണമെങ്കിൽ കേൾക്കാം. നിങ്ങൾക്ക് അത് മനസ്സിലാക്കി എടുക്കാനുള്ള അതിനോടുള്ള നിങ്ങൾ എത്ര ഫെമിലിയർ ആയിരിക്കില്ലല്ലോ, അതിൻ്റെ ചില ചലഞ്ചസും നിങ്ങൾ തുടക്കത്തിൽ ഫേസ് ചെയ്തേക്കാം. ഐഡൻറ്റിഫൈങ് ദ കീ ഇൻഫർമേഷൻ. നിങ്ങൾ പലരും ഓഡിയോ ക്ലിപ്പ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഒരു തവണ ഓഡിയോ ക്ലിപ്പ് കേൾക്കുന്നുണ്ടാവുള്ളൂ ടെസ്റ്റിൻ്റെ ഇടയിൽ. അപ്പോൾ നിങ്ങൾക്ക് ഇൻഫർമേഷൻ മിസ്സായി പോകാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ചില വാക്കുകൾ കേൾക്കുമ്പോൾ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം സിമിലർ ആയിട്ടുള്ള വാക്കുകൾ, നിങ്ങൾക്ക് ആൻസർ എന്ന് തോന്നിപ്പിക്കാവുന്ന കൈൻഡ് ഓഫ് വാക്കുകളൊക്കെ ചിലപ്പം ഓഡിയോ ക്ലിപ്പിൽ നിങ്ങൾ കേട്ടെന്ന് വരും. അതിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻ, അതിൻ്റെ എസൻസ്, ദി ഐഡിയ മനസ്സിലാക്കി എടുക്കുക എന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ ഈ കൺഫ്യൂഷൻസ് ഒക്കെ ഒഴിവാക്കി നിങ്ങൾക്ക് കറക്റ്റ് ആൻസറിലേക്ക് എത്താൻ പറ്റും. സോ ഈ കീ ഇൻഫർമേഷൻ മനസ്സിലാക്കുക എന്നുള്ളതാണ് വേറൊരു ചലഞ്ച്. ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻ ടൈപ്സ്. പിന്നെ ചിലർക്ക് ചില ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടൊക്കെ തോന്നാറുണ്ട്. ചില കൺഫ്യൂഷൻസ് ഒക്കെ ചിലർ പറയാറുണ്ട് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ. അപ്പം ഇങ്ങനത്തെ ചില കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഡിഫിക്കൽട്ടീസും നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാം വെൻ യു സ്റ്റാർട്ട് പ്രാക്ടീസിങ് IELTS ലിസ്ണിംഗ് ടെസ്റ്റ്. ഇനി നമ്മൾക്ക് അങ്ങനെ വരാൻ ചാൻസ് ഉള്ള ചലഞ്ചസിന് എങ്ങനെയാണ് നമ്മൾ ടാക്കിൾ ചെയ്യേണ്ടതെന്ന് അറിയാമോ? നോക്കാം. ലിസ്ണിംഗ് ടു എ വെറൈറ്റി ഓഫ് ആക്സെൻറ്റ്സ്. നിങ്ങൾ ലിസ്ണിംഗ് ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്യുന്നതിൻ്റെ ഒപ്പം നിങ്ങൾ ആക്സെൻസും ഫെമിലിയറൈസ് ചെയ്തുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് ടെസ്റ്റിന് അത് ഹെൽപ്പ് ചെയ്യും. അതുപോലെ യൂസ് കോണ്ടെക്സ്റ്റ് ക്ലൂസ് എന്ന് വെച്ചാൽ ഫിൽ ഇൻ ദ ഗ്യാപ്സ് ഒക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഓഡിയോ ക്ലിപ്പിൽ നിന്ന് കിട്ടുന്ന ഐഡിയാസ് വെച്ചിട്ട് ചിലപ്പോൾ ഏകദേശം ഇങ്ങനെയായിരിക്കാം ആൻസർ വരാമെന്ന് ക്ലൂസ് ഒക്കെ കിട്ടും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ഫിൽ ഇൻ ദ ഗ്യാപ്പ്, ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്ന സമയത്ത് ഗ്യാപ്പിൻ്റെ തൊട്ട് മുമ്പുള്ള വേർഡ് ഇസ് എ, അതായത് ഒരു എന്നർത്ഥം വരുന്ന എ എന്നുള്ള വേർഡാണ്. ആൻഡ് നൗ യു നോ ദാറ്റ് ഇതൊരു സിംഗുലർ ആയിട്ടുള്ള ടേമാണ് വരാൻ പോകുന്നതെന്ന്. ഇങ്ങനത്തെ ക്ലൂസ് ഒക്കെ നിങ്ങൾ ഓഡിയോ ക്ലിപ്പിൽ നിന്നും എടുക്കണം, നിങ്ങളുടെ ക്വസ്റ്റ്യൻസിൽ നിന്നും എടുക്കണം. പ്രാക്ടീസ് ആക്റ്റീവ് ലിസണിങ്. ഓൾവേസ് ലിസൺ ആക്റ്റീവ്ലി, നോട്ട് പാസീവ്ലി. പാസീവ് ലിസണിങ് എന്താണ്? നിങ്ങൾ വേർഡ്സ് കേട്ട് വേർഡ്സ് മാത്രം ഓർത്തെടുക്കുക, ഇങ്ങനത്തെ ഐഡിയാസ് മനസ്സിലാക്കാതെ കേട്ടുകൊണ്ടിരിക്കുന്നതിനാണ് പാസീവ് ലിസണിങ് എന്ന് പറയുക. നിങ്ങളിവിടെ ചെയ്യേണ്ടത് ആക്റ്റീവ് ലിസണിങ് ആണ്. നിങ്ങൾക്കിതിൽ നിന്ന് കിട്ടുന്ന ഐഡിയാസ് മനസ്സിലാക്കി എടുക്കണം, ഇൻഫർമേഷൻ മനസ്സിലാക്കി എടുക്കുകയാണ് വേണ്ടത്. പലപ്പോഴും ഉത്തരങ്ങൾ എഴുതാൻ സഹായിക്കുന്നത് അങ്ങനത്തെ ഐഡിയാസാണ്, കീ ഇൻഫർമേഷൻ എന്ന് നമ്മൾ പറയും. റിവ്യൂ കോമൺ സ്പെല്ലിംഗ് മിസ്റ്റേക്സ്. സ്പെല്ലിംഗ് മിസ്റ്റേക്സ് എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് ചിലപ്പോൾ കറക്റ്റ് ഉത്തരം എഴുതിയതിന് ശേഷവും ഒരു ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കാരണം മാർക്ക് നഷ്ടപ്പെടാം. ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണെങ്കിലും, ഒരു ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണെങ്കിലും നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ്റെ ഫുൾ മാർക്ക് നഷ്ടമാകും. സോ സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ഇല്ലാതെ നോക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് വർക്ക് ഓൺ ദാറ്റ്. ഇനി കുറച്ച് ചെറിയ ചെറിയ ടിപ്സും ഇൻഫർമേഷനും തരാം ഞാൻ അബൌട്ട് IELTS ടെസ്റ്റ്. ദർ ഇസ് നോ നീഡ് ടു അണ്ടർസ്റ്റാൻഡ് എവ്രി വേർഡ്. അതിപ്പോൾ റീഡിംഗ് ടെസ്റ്റിലാണെങ്കിലും ലിസണിംഗ് ടെസ്റ്റിലാണെങ്കിലും നിങ്ങൾക്ക് എല്ലാ വേർഡും മനസ്സിലായി എന്ന് വരില്ല. പക്ഷേ നിങ്ങൾക്ക് അതിൽ നിന്ന് കീ ഇൻഫർമേഷൻ കിട്ടിയാൽ നിങ്ങൾക്ക് ആൻസർ കറക്റ്റായിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ എല്ലാ വേർഡും മനസ്സിലായില്ല, അയ്യോ ഞാൻ ഇനി എന്ത് ചെയ്യുമെന്ന് ടെൻഷൻ അടിക്കരുത്. നിങ്ങൾക്ക് എല്ലാ വേർഡും മനസ്സിലായില്ലെങ്കിലും ആൻസർ കിട്ടാൻ പാടൊന്നുമില്ല. ഡു നോട്ട് റിലൈ ഓൺ യുവർ ഇൻറ്റ്യൂഷൻ. അതായത് നമ്മൾ അസംഷൻസിലേക്ക് ജമ്പ് ചെയ്യരുത്. ഇതായിരിക്കും ആൻസർ എന്ന് നേരത്തെ തീരുമാനിക്കരുത്. ഉറപ്പിച്ച്
ഐഡിയാസ് മുഴുവൻ കേട്ട് ഉറപ്പിച്ചതിന് ശേഷം ആൻസർ എഴുതുക. ഓൾവേസ് ലിസൺ ടു ദി ഓഡിയോ കെയർഫുള്ളി. ഓഡിയോ എപ്പോഴും കെയർഫുള്ളി കേട്ടുകൊണ്ടിരിക്കുക. കേൾക്കാമെന്ന് മാത്രമല്ല, ചില ഭാഗങ്ങൾ മിസ്സായി പോയതുകൊണ്ട് ആൻസേഴ്സ് തെറ്റായി എഴുതി പോകാറുണ്ട് നമ്മൾ. അതുകൊണ്ട് ക്ലിയർ ആയിട്ട് ഫുള്ളി കേട്ടിട്ട് ഉറപ്പിച്ചിട്ട് ആൻസർ എഴുതാൻ നോക്കുക. ആൻഡ് ഫോളോ ദി ഇൻസ്ട്രക്ഷൻസ് കെയർഫുള്ളി. ഓൾവേസ് ഫോളോ ദി ഇൻസ്ട്രക്ഷൻസ് കെയർഫുള്ളി. ഇൻസ്ട്രക്ഷൻസ് ചിലപ്പോൾ നിങ്ങളോട് പറയും ഒരു ഓപ്ഷനാണ് നിങ്ങൾ ആൻസർ എഴുതേണ്ടത്, 2 ഓപ്ഷനാണ് നിങ്ങൾ ആൻസർ എഴുതേണ്ടത്, അല്ലെങ്കിൽ ഒരു വേർഡിലാണ് ആൻസർ എഴുതേണ്ടത്. ഒരു വേർഡിലാണ് നിങ്ങൾ ആൻസർ എഴുതേണ്ടതെന്നുണ്ടെങ്കിൽ ഫ്രം ദി ഇൻസ്ട്രക്ഷൻ അങ്ങനെ തന്നെ എഴുതാൻ പാടുള്ളൂ. നിങ്ങൾ 2 വേർഡ്സിൽ ആൻസർ എഴുതിയാൽ അതിൽ ആ ഒരു വേർഡ് കറക്റ്റ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് മാർക്ക് കിട്ടില്ല. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിൽ ശ്രദ്ധിക്കാനുള്ളതാണ്. സോ ഓൾവേസ് ലിസൺ ആക്റ്റീവ്ലി ആൻഡ് ഫോളോ ദി ഇൻസ്ട്രക്ഷൻസ് ആൻഡ് ഓൾവേസ് മൂവ് അലോങ് വിത്ത് ദി ഓഡിയോ ക്ലിപ്പ് എന്നും കൂടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതായത് നമ്മൾ എവിടെയെങ്കിലും സ്റ്റക്കായി പോയാൽ, ലിസ്ണിംഗ് ഓഡിയോ പ്ലേ ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു തവണയെ കേൾക്കുള്ളൂ. എവിടെയെങ്കിലും സ്റ്റക്കായി പോയാൽ നിങ്ങൾക്ക് ചിലപ്പോൾ അടുത്ത ആൻസർ മിസ്സായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം അതൊരു ചെറിയ മൾട്ടി ടാസ്കിങ് കൂടെയാണ്. പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവുകയും ചെയ്യും. ഓക്കെ, സോ എനിക്ക് തോന്നുന്നു ലിസ്ണിംഗ് ടെസ്റ്റിൻ്റെ ഒരു ഓവർവ്യൂ ഐഡിയ കിട്ടിയിട്ടുണ്ട്. ഇനി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഈ ഇൻഫർമേഷനൊക്കെ ഹെൽപ്പ് ആവുമെന്ന് വിചാരിക്കുന്നു. ഇനി വേറെ കുറച്ച് ടിപ്സുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.